ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. വട്ടേക്കാട് നെഹ്റു മെമ്മോറിയൽ കോൺവെന്റ് LP സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് കുഞ്ഞിക്കൈയിലെ പുസ്തകങ്ങൾ എന്ന പ്രവർത്തനത്തിന്റെയും 2024-25 അക്കാദമിക വർഷത്തെ പ്രവർത്തന മികവായ അറിവ് 2024 ഉദ്ഘാടനവും നടന്നു. യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജിസ്ലെറ്റ് സ്വാഗതം ആശംസിച്ചു സംസാരിച്ചു. 2024-25 അധ്യയന വർഷത്തിലെ അക്കാദമിക പഠന പ്രവർത്തന മികവായ അറിവ് 2024 ഉദ്ഘാടനം അങ്കമാലി ഉപജില്ലാ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ സീന പോൾ നിർവഹിച്ചു. വായന വാര ദിനാചരണ പരിപാടിയായ കുഞ്ഞിക്കൈയിലെ പുസ്തകങ്ങൾ കുട്ടികൾ സ്കൂൾ ഹെഡ് മിസ്ട്രസിന് നൽകുകയും കുട്ടികളുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികൾ നൽകിയ പുസ്തകങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. വായനാ വാരാചരണത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട പോസ്റ്റർ നിർമ്മാണം, ക്വിസ്, വായന, ലൈബ്രറി വിസിറ്റിംഗ്, വായനാ മരം തുടങ്ങിയ മത്സരങ്ങളിൽ സമ്മാനാർഹരായവർക്ക് സമ്മാനങ്ങൾ നൽകുകയുണ്ടായി. അധ്യാപിക പ്രതിനിധി സി ബിൻസി എല്ലാവർക്കും നന്ദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുടെ ചടങ്ങുകൾ അവസാനിച്ചു. മാഡം, ബഹുമാനപ്പെട്ട അധ്യാപകർ എന്ന ഒരു പുതിയ പ്രോഗ്രാമാണ് നമ്മൾ ഈ വർഷം തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ മാഡം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ അങ്കമാലി സബ് ജില്ലയിലെ ഏകദേശം LP UP സ്കൂളുകൾ തന്നെ ഒരു 65 സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസറാണ് സീന മാഡം കേട്ടോ. ഇടയ്ക്ക് സിസ്റ്റർ പറയാറില്ലേ, സിസ്റ്റർ മീറ്റിങ്ങിന് പോയെന്നൊക്കെ ഇടയ്ക്ക് പറയാറില്ലേ. മാഡമാണ് ആ മീറ്റിങ്ങുകളൊക്കെ വിളിച്ച് ചേർത്ത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ നടപ്പാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ മാഡമാണ്. മാഡം എത്തിച്ചേർന്നിരിക്കുന്നത്. കുട്ടികളെ, ഇപ്പോ നിങ്ങള് എല്ലാവരും നമ്മുടെ പല ക്ലാസ്സുകളിൽ പഠിക്കുകയാണ്. പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഓക്കെ, വരും. പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അറിവ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളുടെ അമ്മയിലൂടെ അച്ഛനിലൂടെ ഒക്കെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട് ഇല്ലേ? നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെയല്ലല്ലോ അറിവ് കിട്ടുന്നത്. എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓരോ ആളുകളിൽ നിന്നും, ഇപ്പൊ ഡോക്ടറിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്, പോലീസുകാരിൽ നിന്നും പഠിക്കാനുണ്ട്, കൃഷിക്കാരിൽ നിന്നും പഠിക്കാനുണ്ട്, എല്ലാ വ്യക്തികളിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിൽ വായനാ വാരം തന്നെ നടത്തി. ഇന്ന് വായനാ വാര സമാപന ദിനമാണ്. വായനയുടെ ലോകത്തേക്ക് നമ്മെ കാൽപിടിച്ച ശ്രീ PM പണിക്കരുടെ ജന്മദിനമാണ് നാം വായനാ ദിനമേ ആചരിക്കുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാലും വിളയും, വായിച്ചില്ലെങ്കിലും വളരും എന്ന കുഞ്ഞിന്റെ ഭാഷയുടെ വരികളാണ് ഈ നിമിഷം എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. വായന ഒരു അത്ഭുത ലോകമാണ്. അറിവ് നേടുക എന്നാൽ വിജയം നേടുക എന്നാണ് അർത്ഥം. പുസ്തകങ്ങളെ പോലെ നമ്മെ തിരുത്താനാവുന്ന ചങ്ങാതി വേറെയില്ല. നല്ല പുസ്തകങ്ങൾ വായിച്ച് നന്മകൾ മാത്രം ചെയ്ത് നമുക്ക് വളരാം. നന്ദി, നമസ്കാരം. പറഞ്ഞിരിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും തുറക്കാവുന്ന സമ്മാന പൊതിയാണ് ഓരോ പുസ്തകവും. അതെ, അറിവിന്റെ ലോകത്തിലേക്ക് നയിക്കുന്ന ചങ്ങാതിമാരായ പുസ്തകങ്ങൾ വഴി വായന ശീലമാക്കുവാൻ ജൂൺ 19 മുതൽ ജൂൺ 25 വരെ വായന വാരത്തോടനുബന്ധിച്ച് നടന്ന ക്ലാസ് തല പ്രവർത്തനങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ
എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുന്നതിന് അറിവിന്റെ മായാലോകത്തിലേക്ക് കുട്ടികളെ നയിക്കുന്നതിന് NMCITS ആരംഭിക്കുന്ന അറിവ് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുവാനായി സ്നേഹപൂർവ്വം കടന്നു വന്ന അങ്കമാലി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ സീന മേഡത്തിനും നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുക. വിദ്യ അനന്തസാഗരമാണ്. ആ സാഗരത്തിൽ നിന്ന് ഒരു തുള്ളി പാനം ചെയ്യുന്നവൻ അറിവിന്റെ രീതികൾ സ്വായത്തമാക്കുന്നു. വിദ്യാസാഗരത്തിൽ നിന്ന് അറിവിന്റെ ലോകത്തിലേക്ക് ഉയരുവാൻ മൂല്യബോധവും സർഗാത്മക വളർച്ചയും ഓരോ കുട്ടിയും കൈവരിച്ചിരിക്കണം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ വേണ്ടത്ര ശ്രദ്ധയും കരുതലും നൽകി വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുവാനും അങ്കമാലി ഉപജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് നമ്മുടെ പുതിയ ബഹുമാനപ്പെട്ട സീന മേഡം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ സാംസ്കാരിക നേതാവായിരുന്നു PL പണിക്കർ. നമ്മെ വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുകയും അത് ലക്ഷ്യമാക്കി കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ അടിസ്ഥാനമിട്ട അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നു. വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അറിവ് നേടുക എന്നത്. അതിലെ ഏറ്റവും പ്രധാന മാർഗം വായനയാണ്. വായന മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്തയെയും തെളിച്ചുമുള്ളതാക്കി തീർക്കുന്നു. എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ്. നമ്മുടെ പുതിയ തലമുറ കമ്പ്യൂട്ടറിലും മൊബൈലിലുമായി ചുരുങ്ങിപ്പോകുന്നു. ഗുരുക്കന്മാരെ പോലെ അറിവ് പകർന്നു നൽകുന്ന നിധിശേഖരങ്ങളാണ് പുസ്തക അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, സന്തോഷം എല്ലാവർക്കും? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു പ്രോഗ്രാം ഞാൻ ഏരിയായിട്ട് പരിചയപ്പെടുത്തി, എനിക്ക് മനസ്സിലായല്ലോ അല്ലേ? വലിയാണോന്നല്ല, എന്നാലും ഒരു ഓഫീസറാണെന്ന് മാത്രം മനസ്സിലായത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ചാർജ് എടുത്തത്, അങ്കമാലിയിൽ ചാർജ് എടുത്തത് ആദ്യത്തെ ഉദ്ഘാടന പരിപാടിയാണ്. ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ നിൽക്കുക. കാരണം നിറയെ കുട്ടികളുണ്ട്. അപ്പം നല്ല മിടുക്കരായിട്ട് ഇരിക്കുന്ന ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞു. അറിവ് അല്ലെ, എനിക്കറിയാം അറിവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ഭാരതീയ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ പണ്ട് കാലം മുതലേ നമ്മുടെ ഋഷിമാര് പഠിച്ചിട്ടില്ലേ? പണ്ട് ഋഷിമാരും മുനിമാരും അറിവ് സമ്പാദനത്തിനായിട്ട് അവരിങ്ങനെ ധ്യാനിച്ച് അല്ലെങ്കിൽ തപസ്സനുഷ്ഠിച്ചിരുന്നു. പാടുകളിലോ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരിലൂടെ ശിഷ്യഗണത്തിലൂടെ മറ്റുള്ളവർക്ക് പകം നൽകി. അത് നമ്മൾ ഏത് ആചാരങ്ങളായാലും, ഹൈന്ദവ ആചാരായാലും, ക്രൈസ്തവരായാലും, മുസ്ലിംസ് ആയാലും, ആരായാലും അവരുടെ പിതാക്കന്മാരെ ഇങ്ങനെ നേടിയെടുത്ത അറിവുകൾ അവരുടെ ശിഷ്യഗണത്തിലൂടെ മറ്റുള്ളവർക്ക് നൽകിപ്പോകും. അപ്പൊ നിങ്ങളിപ്പോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്ന എവിടെ നിന്നാണ്? ആരാ അറിവ് പറഞ്ഞു തരുന്നത്? ആരാ നിങ്ങൾക്ക് അറിവ് പറഞ്ഞു തരുന്നത്? ആരാ? ടീച്ചർ മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് ഏറ്റവും വലിയ അറിവ് തരുന്നവർ ആരാ? മാതാപിതാക്കള്. വെരി ഗുഡ്. മാതാപിതാ ഗുരുദൈവം അല്ലെ, അങ്ങനെയല്ലേ പറയാ? കേട്ടിട്ടില്ലേ? മാതാപിതാ ഗുരു. ഏറ്റവും ആദ്യത്തെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തന്നെയാണ്.
ഏറ്റവും ആദ്യത്തെ ബാലപാഠങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്. അതിനുശേഷം നിങ്ങൾ 3 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോഴാണ് സ്കൂളിൽ വന്നിട്ട് നിങ്ങൾക്ക് അധ്യാപകരിൽ നിന്നുള്ള അറിവ് ലഭിക്കുന്നത്. ശേഷം നിങ്ങൾ സ്കൂളിൽ വന്നു കഴിഞ്ഞ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് അറിവ് ലഭിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് അറിവ് ലഭിക്കുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനായിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾക്ക് സാഹചര്യങ്ങളുണ്ടോ അവിടെ നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നു. സോക്രട്ടീസ് ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നല്ല സമ്പന്നർക്ക് അതൊരു ആഭരണമാണ്. സമ്പന്നർക്ക് നമ്മള് വലിയ പണക്കാരൊക്കെ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊടുക്കൂല. അപ്പൊ അതുപോലെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ആഭരണമാണ്. ആഭരണം. ഈ ദരിദ്രർക്കാണെങ്കിൽ അതൊരു അഭയമാണ്. പാവങ്ങൾക്ക് അവർക്ക് ലഭിച്ച അറിവിൽ നിന്ന് അവർക്കൊരു അഭയമാർഗമായിട്ട് മാറും. അഭയം. ഇനി വാർദ്ധക്യകാലത്ത് വയസ്സായി കഴിയുമ്പോൾ അത് അവർക്കൊരു തിരിച്ചറിവാണ്. അല്ലെങ്കിൽ വയസ്സായ ആളുകൾക്ക് നിങ്ങളുടെ അപ്പൂപ്പനമ്മമാർക്കൊക്കെ അവർക്ക് നേടിയ അറിവ് അത് അവർക്കൊരു തിരിച്ചറിവ് ലഭിക്കും. അങ്ങനെയാണ് സോക്രട്ടീസ് പറയുന്നത്. നിങ്ങൾക്കിപ്പോ സ്കൂളില് നിങ്ങളുടെ പാഠപുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ എവിടെ നിന്ന് വന്നു? ഈ അറിവുകൾ എങ്ങനെ ഉണ്ടായി? ഇതിന്റെ സാമൂഹ്യ പശ്ചാത്തലം എങ്ങനെയാണ്? ഇതൊക്കെ പറഞ്ഞു തരുന്നത് ആരാ? ഇതൊക്കെ ആരാ പറഞ്ഞു തരുന്നത് സ്കൂളില്? ടീച്ചർ. അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അധ്യാപകരുണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ അറിവുകൾ വീണ്ടും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്. മൊബൈലൊന്നും കൂടുതൽ സമയം നമ്മൾ മൊബൈൽ നോക്കിയിരുന്നൊന്നും അറിവ് നമുക്ക് നേടണ്ട. അതല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടതുണ്ട്. പുസ്തകങ്ങളില്ലേ, ഹോംവർക്ക് തന്നെ എഡിറ്റേഴ്സ്, പിന്നെ നിങ്ങൾക്ക് ജനറൽ നോളജ് പല പല പ്രോഗ്രാംസ് നടത്തും. അപ്പൊ അതിൽ നിന്നൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിവ് ലഭിക്കും. അപ്പൊ അങ്ങനെ നല്ല മിടുക്കന്മാരും മിടുക്കത്തികളൊക്കെ ആയിട്ട് നാളെയുടെ വാഗ്ദാനങ്ങളാരാ? നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിലാണ് നാളത്തെ ഭാവി ഇരിക്കുന്നത്. രാജ്യത്തിന്റെ പുരോഗതി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ വയസ്സായി തുടങ്ങി. അങ്ങനെ കുറച്ച് നാളുണ്ടാവുള്ളൂ. 4 വർഷം കഴിഞ്ഞ് ഞാൻ സിസ്റ്ററൊക്കെ റിട്ടയറിപ്പോ. പക്ഷെ നിങ്ങളാണ് വളർന്ന് നാളത്തെ തലമുറയെ നയിച്ചു കൊണ്ടുപോകേണ്ടത്. അപ്പൊ നല്ല മക്കളാവൂല എല്ലാവരും. നല്ലൊരു നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായി നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുടെ വളരെ നല്ലൊരു പ്രോഗ്രാമാണ്, നൂതനമായ പരിപാടിയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ആദ്യമായിട്ട് ഉദ്ഘാടനം നടത്തിയ ഒരു പ്രോഗ്രാം ഇത്ര ഗംഭീരമാണല്ലോ. സിസ്റ്റർ ഫോട്ടോ കൊടുത്ത് എനിക്ക് അയച്ചു തരണം. എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയണം, ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടത്തി നിങ്ങളുടെ അധ്യാപകരും നിങ്ങളിലൂടെ നിങ്ങൾക്ക് നല്ല അറിവ് നൽകാനായിട്ട് നല്ലൊരു പ്രോഗ്രാം എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. അപ്പൊ ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇനിയും നല്ല അറിവുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിന്റെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അപ്പൊ നിങ്ങളുടെ സ്കൂൾ ലീഡറുടെ കൊണ്ട് മാക്സിമസിനും ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചും എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇതിനുവേണ്ടി മുൻകൈയെടുത്ത നിങ്ങളുടെ എച്ച്എം ഉൾപ്പെടെ നിങ്ങളുടെ മദറുണ്ട്, നിങ്ങളുടെ അധ്യാപകർ ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു അല്ലേ? നല്ലൊരു കൈയടി കൊടുത്തേ. KG സെക്ഷനിലെ കുട്ടികളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. വായനയുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വായന നിരക്കവിത നൃത്യരൂപത്തിലും ആലാപനത്തിലും ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. മനോജ് പുളിമാക്കൽ രചനയും ആലാപനവും നടത്തിയ പുസ്തക ചക്രാതി എന്ന കവിത ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. വായിക്കണം നമ്മൾ, വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. വായിക്കണം നമ്മൾ, വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. അക്ഷരത്തെ
സഹായത്തോടെ നിങ്ങളുടെ കണ്ണുകളും ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഒപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ലോകോത്തര ബ്രാൻഡുകൾ ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഒപ്റ്റിക്കൽസ് നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 996199 8377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.